നമസ്കാരം. തിരുവല്ലയിലെ കുറ്റൂരിൽ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരുവോണ ദിനത്തിൽ വെള്ളക്കെട്ട് നിറഞ്ഞ റോഡിൽ ജനകീയ സമിതി ജലോത്സവം നടത്തി പ്രതിഷേധിച്ചു. കുറ്റൂർ മാമൂട്ടിൽ പടി ഏറ്റുകടവ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തത് പ്രതിഷേധിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പോയിപ്പാട്ടിൽ പടിയിൽ വള്ളമിറക്കി പ്രതിഷേധിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പല പ്രാവശ്യവും ഒപ്പുശേഖരണവും പ്രതിഷേധ യോഗം ചേരലുമൊക്കെ നടത്തിയിട്ടുണ്ട്. ഫലം കാണാതെ വന്നതോടെ 2024 സെപ്റ്റംബറിൽ ഓണക്കാലത്ത് ഐക്യവും സാഹോദര്യവും ഒത്തുചേർന്നപ്പോൾ റോഡ് വശത്ത് താമസിക്കുന്ന 200ഓളം വീട്ടുകാർ ഫണ്ട് ശേഖരണത്തിലൂടെ 2 ലക്ഷത്തിൽ പരം രൂപ ശേഖരിച്ചു. തുടർന്ന് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴികൾ അടച്ചിരുന്നു. പണത്തിന്റെ കുറവിനാൽ ടാറിംഗ് അന്ന് നടത്താൻ സാധിച്ചില്ല. കുറ്റൂർ പഞ്ചായത്തിലെ 13, 14 വാർഡുകളിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത്. ആറാട്ടുകടവ് വട്ടവങ്ങാട്ടിൽപ്പടി റോഡിൽ പുളിമൂട്ടിൽ പാലം അപകടത്തിലെന്ന ബോർഡ് പഞ്ചായത്ത് സ്ഥാപിച്ചപ്പോൾ ഭാരവാഹനങ്ങൾ നിരന്തരം സഞ്ചരിച്ചതോടെയാണ് റോഡ് വീണ്ടും വാരിക്കുഴിയും വെള്ളക്കെട്ടുമായി മാറിയത്. ഇതിനിടയിലാണ് തിരുവൻവണ്ടൂർ നന്നാട് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഇവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇതുവഴിയാണ് കൊണ്ടുപോയത്. ഇതോടെ റോഡ് നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വാരിക്കുഴിയായി മാറുകയായിരുന്നു. ഇനിയും പണം പിരിച്ച് റോഡ് നന്നാക്കാൻ തങ്ങൾക്കാവില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പ്രതിഷേധത്തിൽ കുറ്റൂരിലെ ക്ലബിലെ പരിപാടിക്ക് അതുവഴി വന്ന മാവേലിയും 100ഓളം പൊതുജനങ്ങളും പങ്കെടുത്തു. ഈ പ്രതിഷേധ യോഗം നടത്താനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ മാമൂട്ടിപ്പടി എറ്റിയുടെ റോഡിൽ കൂടെ മനുഷ്യന്മാർക്ക് നടന്നു പോകുന്ന യാതൊരു മാർഗവുമില്ല. സൈക്കിളെ പാനെ കാറെ പാനെ ഒരു വാഹനത്തിലും പോകാൻ സാധ്യമല്ല. അടിയന്തരമായിട്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധ യോഗവും വള്ളംകളിയും നടത്തുന്നത്. പ്രതിഷേധ സമരം സിന്ദാബാദ്, ഓണാഘോഷം സിന്ദാബാദ്. ഇവിടെ ഒരു പഞ്ചായത്തുണ്ടോ എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും 15 വർഷമായിട്ട് ഈ നരകയാതന അനുഭവിച്ച് ഈ നാട്ടുകാര് കൊപ്രം തല്ലുക. ഇവിടെ ആരുണ്ട് തിരിഞ്ഞു നോക്കാന്? ബഹുമാനപ്പെട്ട തലയാർ നിവാസികളുടെ കൂട്ടായ ഈ ഒരു സമരപരിപാടി ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം പറഞ്ഞു. ഇവിടെ കൊച്ചുകുട്ടികൾ, അംഗൻവാടി പഠിക്കുന്ന കുട്ടികൾ, ഓതറ, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി എന്നീ സ്കൂളുകളിലൊക്കെയും പഠിക്കുന്ന കുട്ടികൾ പലരും ഇതുവഴി യാത്ര ചെയ്യുന്നു. നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. സ്ത്രീകളൊക്കെയും വളരെ ബുദ്ധിമുട്ടി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒക്കത്ത് വെച്ചുകൊണ്ടൊക്കെ നനയാതെ വീഴാതെയൊക്കെ പോയി പറ്റുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ദയവായിട്ട് അധികാരികൾ ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ കൊടുത്ത് ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ MLA ഫണ്ട് ഉപയോഗിച്ചാണെങ്കിലും ഈ റോഡ് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് ഞങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധത്തോടുകൂടി അറിയിക്കുന്നു.